എൻ്റെ പച്ചക്കറികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്ത് നിനക്ക് ഈ വല്ലവൻ്റെ പറമ്പിൽ പോയി ഈ പച്ചക്കറികൾ പറിക്കുന്നതല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും നട്ട് നനച്ച് വളർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. എൻ്റെ ഇട്ടാവട്ടം പോലത്തെയുള്ള സ്ഥലത്ത് ഞാൻ നട്ട് വളർത്തുന്ന എൻ്റെ പച്ചക്കറികളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ചേമ്പ്, ചേന, വെള്ളരി, തക്കാളി, പാവല്, പിന്നെ ചെറിയ ഉള്ളികൾ വളർന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ കൂർക്ക, ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? എനിക്കാണെങ്കിൽ ഒരു ചെടിയോ പച്ചക്കറിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ആയിരിക്കുമ്പം വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാഴയും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ വിഷമം എല്ലാം മാറ്റി തന്നത് ഈ വീടാണ്. ഇതാണ് സുരേന്ദ്രൻ അങ്കിൾ. അങ്കിളും അങ്കിളുടെ വൈഫും കൂടിയാണ് കേട്ടോ ഈ വീടിനെ ഇത്രയും മനോഹരമാക്കുന്നത്. അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല പ്രിയൂർ മാങ്ങ നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ദേ കുമ്പളങ്ങ കിടക്കുന്നത് കണ്ടോ? ഇത് ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ആ വീടിൻ്റെ ടെറസ് നിറച്ചും പച്ചക്കറികളാണ് കേട്ടോ. വെണ്ടയും പയറും പാവലും ചീരയും വഴുതനങ്ങയും കുമ്പളങ്ങയും പച്ചമുളകും തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും ആ ടെറസിലുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ചെറുനാരങ്ങയുടെ മരവും നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമാണത് കാണാൻ. ചില സമയത്ത് അത് ഫുള്ള് കായ്ച്ച് നിൽക്കും. ഇപ്പം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പോരാഞ്ഞിട്ട് അവിടെ ഒരു മാവ് നിൽക്കുന്നത് കണ്ടു. അങ്കിൾ എന്നെ കാണിച്ചു തന്നു. അങ്കിൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണെന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് മാങ്ങ പിടിച്ച് കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? അതേമാതിരി ഇതുണ്ടോ, ഇതൊരു മുന്തിരിയാണ് കേട്ടോ. മറ്റേ കമ്പോഡിയൻ മുന്തിരിയില്ലേ അത്. ഗൈസ്, ഇത് ഓറഞ്ചാണ്, കുഞ്ഞൻ ഓറഞ്ച് കണ്ടില്ലേ? നല്ല ജ്യൂസിയാണ്. ഇത്തിരി പുളിയുണ്ട്, ഇത്തിരി മധുരം കൂടുതൽ വേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ 5-6 അവിടുന്ന് അത് പറിച്ചെടുത്തിട്ടുണ്ടായിട്ടോ. കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പടർത്തി വിട്ടേക്കുക. പിന്നെ അവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു കറിവേപ്പിൻ്റെ മരവും പിന്നെ നല്ല മാതള നാരങ്ങ. ഇത് മാതള നാരകത്തിൻ്റെ മരമാണ് കേട്ടോ. ഇവിടെ എല്ലാം ഡ്രമ്മിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കീടങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കെണി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തന്നെ 2 കളറുണ്ടെന്നാണ് അങ്കിൾ പറഞ്ഞത്. ഞാൻ ചെന്നപ്പോൾ അങ്കിൾ അവിടെ പച്ചക്കറി പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോരാൻ നേരം ആയപ്പോൾ ഇനി ഉണ്ടല്ലോ ഈ പച്ചക്കറി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഈ വീടിന് ചുറ്റും ഉണ്ടല്ലോ നിറച്ചും പലതരത്തിലുള്ള ചെടികളാണ്. ഈ ഓർക്കിഡ് തന്നെ എനിക്ക് തോന്നുന്നു 19 ടൈപ്പ് അങ്കിൾ വാങ്ങിച്ചതാണ്. അതേമാതിരി ഉണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോഗൻ വില്ലയുടെ ഒരു അടിപൊളി കളക്ഷൻ തന്നെയുണ്ട് അവർക്ക്. അതേമാതിരി വീടിന് ചുറ്റും ഉണ്ടല്ലോ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും അവർ നട്ടുപിടിപ്പിച്ചേക്കുക. ഇവരുടെ ഈ കൃഷിയോടുള്ള സ്നേഹം കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആ ഉള്ള ഇടയിൽ ബാൽക്കണിയിൽ ഇത്രയും സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.